Sudan. Sudan height. Sudan. Front shoulder. Shoulder line. Shoulder line and Solar flex. Yes. Up. Down. Up. Down. Together. Down. Up. നമുക്ക് വിദേശത്ത് പോയി ഇതുപോലുള്ള ഇന്റർനാഷണൽ കഥ സെമിനാറിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ സോക്കെ കെന്യമൊബിനി അടക്കമുള്ളവരുടെ സെമിനാറിൽ പങ്കെടുക്കാനുള്ള പ്രയാസകരമാണ്. We can see their discipline system in everywhere, and both the sunsets are so happy the way the student behaved. ASQ അല്ലെങ്കിൽ APSQ WSQ ഇതിനകത്ത് അഫിലിയേഷൻ ഉള്ള മാസ്റ്റേഴ്സിന്റെ കുട്ടികൾ വന്ന് ജെനുവിൻ ബോഡി, അതായത് ഷിറ്റോറി എന്ന് പറയുന്നതിന്റെ അവസാന വാക്ക് കെനി മാമനി, അദ്ദേഹം നേരിട്ട് വന്ന് ഈ കുട്ടികൾക്ക് ഒരു സെമിനാർ സംഘടിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് കേരളത്തിൽ ഫസ്റ്റ് ടൈം, ആദ്യമായിട്ടാണ് കേരളത്തിൽ വരുന്നത്. ഇങ്ങനെയാണ്. അതുപോലെ ഒരുപാട് കാലമായിട്ട് ഷിറ്റൂറിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശേഷിയോടെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ നല്ലൊരു സാന്നിധ്യം ഈ സ്കൂളുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് ഗ്രാൻഡ് മാസ്റ്ററും അതുപോലെ വേൾഡ് ഗവർണറും ഒക്കെ വന്ന് പങ്കെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായി. ഇവിടെ ആദ്യമായിട്ടാണ് കേരളത്തിൽ വരുന്നത്. അപ്പം അതിന്റേതായ രീതിയിൽ ഞങ്ങൾക്ക് അതിന്റെ സന്തോഷം എല്ലാം ഉണ്ട്. കാരണം പ്രസിഡന്റും എല്ലാവരും, പിന്നെ ഞങ്ങൾ ഇവിടെ വരെ കൊണ്ടുവന്ന് ഞങ്ങളുടെ സാറും, എല്ലാവരോടും നന്ദി പറയാനുണ്ട്. മലയാള ജനതാ ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും. മലയാള ജനതാ ന്യൂസിന്റെ പുതിയ ലൈവിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വീണ്ടും കരാട്ടയുടെ വിശേഷവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. ഞാനിപ്പോ നിൽക്കുന്നത് ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിലാണ്. മുമ്പ് നമ്മള് ഷിറ്റോറിയോ കരാട്ടയെ കുറിച്ചുള്ള ഒരു ന്യൂസ് മുമ്പ് ചെയ്തിരുന്നു. അതിലൊരു സെമിനാർ ഈ ഒരു ജൂലൈ 14 ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുമെന്ന് അന്ന് അത് അറിയിച്ചിരുന്നു. അതിൽ കരാട്ടയുടെ വിവിധ സ്റ്റൈലുകൾ മുമ്പ് നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു. പ്രധാനപ്പെട്ട സ്റ്റൈലുകളാണ് ഗുജോരിയോ, ഷോട്ടോക്കാൻ, വഡോരിയോ ആൻഡ് ഷിറ്റോറിയോ. അതിൽ ഷിറ്റോറിയോയുടെ ഓൾ ഇന്ത്യ കരാട്ടെ ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു കരാട്ടെ സെമിനാർ ഇവിടെ നടക്കുന്നത്. ഇതിന് നേതൃത്വം നൽകുന്നത് കേരള സ്റ്റേറ്റ് ഷിറ്റോറിയോ കരാട്ടെ അസോസിയേഷൻ ആണ് ഇതിനൊരു നേതൃത്വം നൽകുന്നത്. ഇതില് ഷിറ്റോറിയോ ഇന്റർനാഷണൽ കത്ത സെമിനാർ എന്ന പേരിലാണ് ഈ ഒരു സെമിനാർ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. രാവിലെ തന്നെ ഇനാഗ്രേഷൻ ഒക്കെ നടന്നു കഴിഞ്ഞു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള അഥവാ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മാസ്റ്റേഴ്സ് ആണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സ്റ്റുഡൻസും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ സ്റ്റുഡൻസും അധ്യാപകരും ഒരേപോലെ പയറ്റുന്ന ഒരു രീതിയാണ് ഇവിടെ കാണുന്നത്. ഇതിന് നേതൃത്വം നൽകുന്നത് കെനു മാബുനിയാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ പ്രസിഡന്റ് കൂടിയായ ആൾക്കാർ ഇവിടെ. നമുക്ക് ആരൊക്കെയാണ് ഇതിൽ പങ്കെടുത്തത് എന്നുള്ളത് നമുക്ക് നോക്കാം. കാരണം ജപ്പാനിൽ നേരിട്ട് എത്തിയാണ് ഇവിടെ ഇവർ കരാട്ടയുടെ ഏറ്റവും ന്യൂ വേർഷനായ ലേറ്റസ്റ്റ് വേർഷനായ ഷിറ്റോറിയെ കുറിച്ചുള്ള പരിചയപ്പെടുത്തലും അതിന്റെ കഥയെ ഇവിടെ പരിചയപ്പെടുത്തലും നടക്കുന്ന സെമിനാറാണ് നടക്കുന്നത്. നമുക്ക് എന്തായാലും ഇതിന്റെ സംഘാടകരോടും അതോടൊപ്പം തന്നെ ഇതിന്റെ ഓൾ ഇന്ത്യ ലെവലിലുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ നമുക്ക് ചോദിക്കേണ്ടതുണ്ട്. എന്തായാലും ലൈവിലേക്ക് പോകാം. ലൈവിനെ ഒന്നുകൂടി സ്വാഗതം ചെയ്യാൻ. പിന്നീട് നമുക്കിത് ഇൻസ്റ്റാഗ്രാമിലും ചെയ്യാം. ഇതിന് നേതൃത്വം നൽകുന്നത് കെയ്സോ കെൻസോ ഇവാത്ത. അദ്ദേഹം വേൾഡ് ഷിറ്റോറിയോ ഫെഡറേഷന്റെ പ്രസിഡന്റ് ആണ്. ഇദ്ദേഹമാണ് ഇപ്പോൾ കത്താക്ക് പ്രാക്ടീസ്. ഓൾ ഇന്ത്യ ഷിറ്റോറിയോ കരാട്ടെ ഫെഡറേഷന്റെ പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ അതിന്റെ ചെയർമാനും ഗവർണറും കൂടിയാണ് ഈ ഒരു സെമിനാറിന് നേതൃത്വം നൽകുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ധാരാളം അധ്യാപകരും അതോടൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന വിദ്യാർത്ഥിനികളും ഇവിടെ എത്തിയിട്ടുണ്ട്. ബ്ലാക്ക് ബെൽറ്റ്സിനും ബിലോ ബ്ലാക്ക് ബെൽറ്റ്സിനും പ്രത്യേകമായിട്ടുള്ള പ്രോഗ്രാം ആയിരുന്നു കത്തയാണ് മുമ്പ് നടന്നിരുന്നത്. ഇത് ബ്ലാക്ക് ബെൽറ്റ്സിന് മാത്രമായിട്ടുള്ള ഒരു സെമിനാറാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്.
നേരത്തെ പറഞ്ഞത് ശശിധരൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. കെനു മബുനി ഉൾപ്പെടെയുള്ളവരാണ് ഈ ഒരു സെമിനാറിന് നേതൃത്വം നൽകാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ ഒരു സെമിനാറിൽ പങ്കെടുത്ത അധ്യാപകരും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളും നമ്മളോടൊപ്പമുണ്ട്. നമുക്ക് എന്തായാലും അവരോടൊക്കെ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ഈ ഒരു സെമിനാറിൽ പങ്കെടുത്തതിനെ കുറിച്ച് ലൈവ് കാണുന്ന പ്രേക്ഷകർ, പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടിയാണ് സാധാരണ സെമിനാറുകൾ നടത്താറ്. ഇതൊരു ഷിറ്റോറി രീതിയിലുള്ള കഥാ സെമിനാറാണ് നടക്കുന്നത്. എങ്ങനെയാണ് ഇതിൽ പങ്കെടുത്തത്? നമ്മള് ഷിറ്റോറി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ കേരളത്തിലെ ഒരുപാട് ക്ലാസ്സുകൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെങ്കിൽ അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഷിറ്റോറിയിൽ അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ഫോട്ടോസ് ഒന്നും ഇപ്പോൾ അലൗഡ് അല്ല. 9ഓളം മാസ്റ്റേഴ്സിന്റെ കുട്ടികളാണ് ഇതിനകത്ത് പങ്കെടുത്തത്. മാത്രമേ ഇപ്പോൾ എടുക്കാൻ കഴിയൂ. ശരിക്കും പറഞ്ഞാൽ ഷിറ്റോറി ബോഡി, അതായത് ASQ അല്ലെങ്കിൽ APSQ, WSQ ഇതിനകത്ത് അഫിലിയേഷൻ ഉള്ള മാസ്റ്റേഴ്സിന്റെ കുട്ടികൾ വന്ന് ജെനുവിൻ ബോഡി, അതായത് ഷിറ്റോറി എന്ന് പറയുന്നതിന്റെ അവസാന വാക്ക് കെനി മാമിനി, അദ്ദേഹം നേരിട്ട് വന്ന് ഈ കുട്ടികൾക്ക് ഒരു സെമിനാർ സംഘടിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് കേരളത്തിൽ ഫസ്റ്റ് ടൈം, ആദ്യമായിട്ടാണ് കേരളത്തിൽ വരുന്നത് ഇങ്ങനെ ഒരു അവസരം. കെനി മാമിനി അദ്ദേഹം കേരളത്തിൽ ആദ്യമായിട്ട് വരികയും ഈ കുട്ടികളെ ബേസിക് സാധാരണ ഒരു ബ്ലാക്ക് ബെൽറ്റ് ഇൻസ്ട്രക്ടർ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ ഈ ഷിറ്റോറി സ്റ്റൈലിന്റെ അവസാനത്തെ വാക്കായ അല്ലെങ്കിൽ അവസാന സ്ഥാപകനായിട്ട് ഇപ്പം നിലവിലുള്ള 3ാമത്തെ ജനറേഷനാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം തന്നെ നേരിട്ട് വന്ന് ഈ കുട്ടികൾക്ക് ഒരു സെമിനാർ, കെനി മാമിനി അങ്ങനെ നേരിട്ട് വന്ന് നമുക്ക് ഈ കുട്ടികൾക്ക് ഒരു സെമിനാർ സംഘടിപ്പിക്കുമ്പോൾ അത് ഈ കുട്ടികളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഇന്നത്തെ ഈ തലമുറയിൽ പ്രാക്ടീസ് ചെയ്യുന്നവരെ കുറിച്ചും ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഷിറ്റോറിയന്റെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിനോടൊപ്പം നിന്ന് പ്രാക്ടീസ് ചെയ്യാൻ, അല്ലെ അദ്ദേഹത്തിന്റെ ഒരു ശിക്ഷണത്തിൽ ഒരു കഥ സെമിനാർ എടുക്കുക എന്ന് പറയുമ്പോൾ, ഇപ്പൊ ഇതിനകത്ത് ആദ്യം നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ ഷിറ്റോറിയോ പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെങ്കിൽ ഈ അവർ പഠിപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചിരിക്കുന്ന മാസ്റ്റേഴ്സ് എന്താണോ പഠിച്ചിരിക്കുന്നത് അതാണ് അവരെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനകത്ത് എന്താണ് ഷിറ്റോറിയോന്റെ ജെനുവിൻ കഥ അല്ലെ ഷിറ്റോറി കഥ എന്താണെന്നുള്ളത് നമുക്ക് മാസ്റ്റേഴ്സിനും കുട്ടികൾക്കും ഒരേപോലെ പ്രയോജനപ്പെടുന്ന അല്ലെങ്കിൽ അവർക്ക് ഒരുപോലെ പരിശീലിക്കാൻ കഴിഞ്ഞ ഒരു അവസരവും ഒരു ആകും എന്ന് നമുക്ക് പറയാൻ വരുന്നത് നമുക്ക് അസംഭവ്യമായ കാര്യമാണ്. അതെ അതെ. ഇത് എങ്ങനെയാണ് ഇപ്പോ സാധാരണ ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ പ്രത്യേകിച്ച് ഇപ്പോ കേരള ഷിറ്റോറിയ നടത്തിയത്, കാരണം എങ്ങനെ ഒരു സംഭവം സംഘടിപ്പിക്കും അവരോട് എന്താണ് പറയാ? അത് ഇന്ത്യയിലാകമാനം ഷിറ്റോറിയോ ധാരാളം സ്കൂളുകളുണ്ട്. എങ്കിൽ തന്നെയും ഇവിടെ ഏഷ്യൻ കരാട്ടെ ഫെഡറേഷനുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ വേൾഡ് കരാട്ടെ ഫെഡറേഷനുമായിട്ട് ബന്ധപ്പെട്ടും നമുക്ക് വലിയ അവസരങ്ങൾ തരുന്ന ഒരാളാണ് മച്ചിസൻ സായി. അദ്ദേഹത്തിന് ഓൾ ഇന്ത്യ ഷിറ്റോറി കരാട്ടെ യൂണിയൻ പ്രസിഡന്റ് ആണ്. അതുപോലെ ഒരുപാട് കാലമായിട്ട് ഷിറ്റോറിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശേഷിയോടെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ നല്ലൊരു സാന്നിധ്യം ഈ സ്കൂളുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് ഗ്രാൻഡ് മാസ്റ്ററും അതുപോലെ വേൾഡ് ഗവർണറും ഒക്കെ വന്ന് പങ്കെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായി. നമുക്കും ഭാഗ്യം കിട്ടി. ഇത് നമുക്ക് ജപ്പാനിൽ നിന്ന് 2 മാസ്റ്റേഴ്സ് ഇവിടെ വന്ന് ഇതുപോലെ ട്രെയിനിങ് കൊടുക്കുക. നമുക്ക് എല്ലാവർക്കും ജപ്പാനിൽ പോകാനായിട്ട് സാധിക്കില്ലല്ലോ. അപ്പൊ ഈ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഇന്നത്തെ വലിയൊരു സദ്യയാണ്. അവർക്ക് ഒരിക്കലും കിട്ടാത്തൊരു ഓപ്പർച്യൂണിറ്റി എന്ന് വേണം പറയാൻ. ഇപ്പൊ കിട്ടിയെങ്കിൽ കിട്ടി എന്ന് മാത്രം. വലിയൊരു അവസരമാണിത്. വളരെ സന്തോഷത്തോടെയാണ് ഇതിനെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നത്. എങ്ങനെയാണ്, കാരണം പല സ്റ്റൈലുകളാണ് ഇപ്പൊ ഷിറ്റോറിയാണ് ചെയ്യുന്നത്. അത് നേരിട്ട് തന്നെ കെനു മാബിനി നേരിട്ട് ക്ലാസ് എടുക്കുക, പ്രസിഡന്റ് നേരിട്ട് എങ്ങനെയാണ് ഇതിന് ഈ ഒരു സെമിനാർ? ഇതിപ്പം ഞങ്ങൾക്ക് ഇവിടെ ആദ്യമായിട്ടാണ് കേരളത്തിൽ വരുന്നത്. അപ്പം അതിന്റേതായ രീതിയിൽ ഞങ്ങൾക്ക് അതിന്റെ സന്തോഷം എല്ലാം ഉണ്ട്. കാരണം ഇവർ നേരിട്ട് വന്ന് ചെയ്യുമ്പോൾ അതിന്റേതായ രീതിയെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം വളരെ സന്തോഷം ഇവരുടെ കീഴിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതില്. ഈ ഒരു സാഹചര്യം ഒരുക്കി തന്നതിന് വേണ്ടി ആരോടാണ് നന്ദി പറയാം? ഉറപ്പായിട്ടും ഇതിന് നേതൃത്വം നൽകിയ ഇതിന്റെ പ്രസിഡന്റും എല്ലാവരും, പിന്നെ ഞങ്ങൾ ഇവിടെ വരെ കൊണ്ടുവന്ന് ഞങ്ങളുടെ സാറും, എല്ലാവരോടും നന്ദി പറയാനുണ്ട്. കാരണം നമുക്കൊരിക്കലും അവിടെ പോയി ഒരു ക്ലാസ് കൂടാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമുക്ക് ഇവിടെ വന്ന് ഇത്രയും കൺവീനിയന്റ് ആയിട്ട് ക്ലാസ് ചെയ്യാൻ പറ്റി. ഒത്തിരി ഹാപ്പിയാണ്. ഞങ്ങൾ 5 പേരാണ് ഞങ്ങളുടെ ടീമിൽ നിന്ന് വന്നിരിക്കുന്നത്, ഞങ്ങളുടെ ഡോജോയിൽ നിന്ന് വന്നിരിക്കുന്നത്. എന്തായാലും വൺ മോർ കം ദ മലയാള ജനതാ ന്യൂസ്. നമുക്ക് എന്തായാലും മലയാളത്തിൽ ചോദിക്കാം, അദ്ദേഹം ഇംഗ്ലീഷിലായിരിക്കും മറുപടി പറയാ. ഇപ്പോ മുമ്പ് നമ്മൾ ലൈവ് ചെയ്തിരുന്ന സമയത്ത് പറഞ്ഞിരുന്നു, കാരണം എന്തായാലും ഒരു സെമിനാർ സംഘടിപ്പിക്കണം. എന്തായാലും വളരെ ഭാഗ്യമാണ് ഈ പറഞ്ഞതുപോലെ ഷിറ്റോറിയോ സ്റ്റൈലുള്ള നേരിട്ട് തന്നെ ഗവർണർ തന്നെ നേരിട്ട് പ്രസിഡന്റിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഇപ്പോൾ നേരിട്ട് എത്തുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ഷിറ്റോറിയോ സ്റ്റൈലും പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ വരവിനെയും കാണുന്നത്? ഷിറ്റോറിയോ സ്റ്റൈല് ഇനി പ്രപഞ്ചത്തിന്റെ നമ്പർ 1 സ്റ്റൈലാണ്.
ഞങ്ങളുടെ എക്സിസ്റ്റൻസ് വന്നിട്ട് അമേരിക്കൻ കൺട്രീസ്, പാൻ അമേരിക്കൻ കൺട്രീസ്, ഏഷ്യൻ കൺട്രീസ്, പാൻ ഏഷ്യൻ കൺട്രീസ്, ഏഷ്യൻ പസഫിക്, യൂറോപ്യൻ കൺട്രീസ്, African countries. These are the countries, all countries. So ഇതിന്റെ chief വന്നിട്ട് സോക്കെ കെന്യു മബുനിയാണ്. ഇത് ഇത്രയ്ക്ക് chief ഷിറ്റോറിയോ വേൾഡ് ഷിറ്റോറിയോ കരാത്തെ ഫെഡറേഷന്റെ സോക്കെ ഗവർണറാണ്. അങ്ങനെ ഷിറ്റോറിയോ കരാത്തെ ഫെഡറേഷൻ വേൾഡ് ഫെഡറേഷന്റെ പ്രസിഡന്റ് വന്നിട്ട് കെൻസോ ഇവാട്ടാണ്. ടെക്നിക്കൽ മാൻ, രണ്ടാളും ടെക്നിക്കൽ മാനാണ്. ഫസ്റ്റ് ടൈം jointly they are coming here to Kerala. No, these two. Okay. So they both, only 3 times they went together in the entire world. Jointly they went only 3 times, out of which twice they came down to India. Yeah. India is Kerala. Is Kerala one time? Kerala one time. Last time we invited them into Mysore. So we are very happy we brought them here. പിന്നെ മബുനി സൻസൈ ഷിറ്റോറിയോ എത്ര വളരെ ഗ്രോത്ത് ആണ് ഇവിടെ പിടിച്ചിട്ട് വന്നതാ. നമ്മൾ കാണാം ഇവിടെ കേരളത്തിന് കിട്ടുക എന്നുള്ളത് ഒരു അസറ്റാണ്, മാത്രമല്ല ഒരു ഭാഗ്യമാണ്. അതാണ് രണ്ടുപേരും ഇപ്പൊ പിടിച്ചിട്ട് വേണ്ടിയത്. എങ്ങനെയാണ് ഇതിലിപ്പോ എത്ര സംസ്ഥാനങ്ങൾ, സ്റ്റേറ്റ്? വെരി ഡിസിപ്ലിൻഡ്. അതാണ് എന്റെ സ്പീച്ചിൽ പറഞ്ഞത്. കേരള is a linguistic state. 100% is a linguistic state. Okay, everybody are literate. അങ്ങനെയായിട്ട് we can see their discipline system in everywhere, and both the Sunsets are so happy the way the student behaved. Fantastic. They are very happy to teach. അങ്ങനെയായിട്ട് 2 advanced katas, Supremai and Shikosai. Today 2 advanced katana അവർ ഇവർക്ക് വന്നിട്ട് technically they thought. We are very happy, and on behalf of Kerala State Shitoryo Karate Association, I am congratulating the organization of Kerala Association. President M. Madhu Sansai, Secretary Anil Sansai, plus we have 11 athletes. The 14 district 11 athletes ഉണ്ട്. 11 athletes വന്നിട്ട് പങ്കെടുത്തിന്. അവർക്ക് എല്ലാവർക്കും we are congratulating. What's the difference in style on Shitorio? Is it a Shotokan, Gojuri and Badoria? This is the latest model of Shitorio. What's the difference? See, in the world level, there are only 4 styles: Shitorio, Goju-ryu, Wado-ryu, Shotokan. Now WKF has given appellation for Shorin-ryu, Shimbukai, like that. They have given now style, other style also. But we are happy that we are into a very major style Shitorio, and we have bought Soke. He is third generation of Mabuni. Mabuni new generation. He's coming to Kerala. Yes, coming to Kerala. So he was very happy. So I'm thankful to the entire affiliates and students of Kerala. Okay, thank you, Sir. Okay, എന്നാലും അദ്ദേഹം ഈ മബുനിയെ കുറിച്ച്, അഥവാ കെനു മബുനി കേരളത്തിൽ വന്നതിനെ കുറിച്ചുള്ളതാണ് പറഞ്ഞത്. അതേപോലെ നമുക്ക് ഇതിന്റെ പ്രസിഡന്റ് അഥവാ കേരള സ്റ്റേറ്റ് ഷിറ്റോറിയോ അസോസിയേഷന്റെ പ്രസിഡന്റ് സെൻസായ് MK മധു, അതോടൊപ്പം തന്നെ അനിൽകുമാർ സെൻസായ് എന്നിവർ നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് അവരോട് കൂടെ ചോദിക്കേണ്ടതുണ്ട്. ഇപ്പൊ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇത്രയും വിദ്യാർത്ഥികളും മാസ്റ്റേഴ്സും ഇവിടെ എത്തുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു കാര്യം തന്നെയാണ്. കാരണം എല്ലാവർക്കും പ്രത്യേകമായ അഭിനന്ദനം അറിയിക്കണം. എന്തായാലും നമുക്കെന്തായാലും ഇതിന്റെ പ്രസിഡന്റിനോട് കൂടി ഒരു കാര്യം നമുക്കൊന്ന് ചോദിക്കേണ്ടതുണ്ട്. നല്ല ബിസിയാണ്. ഇപ്പോൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം നമ്മൾ മുമ്പ് ഈ ഒരു ലൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു എന്തായാലും കെനു മാബിനെ കൊണ്ടുവരും. പലരും അത് ഈ പറഞ്ഞതുപോലെ വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ഞങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞെങ്കിലും അത് പ്രവൃത്തി പരിധിയിൽ കൊണ്ടുവരാൻ സാധിച്ചത് നിങ്ങൾക്കാണ്. അതിന്റെ ക്രെഡിറ്റ് നിങ്ങൾക്കാണ്. എങ്ങനെയാണ് അദ്ദേഹത്തെ കേരളത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ പ്രത്യേകിച്ച് ഈ മാസ്റ്റേഴ്സും കുട്ടികളും ഇതിനെ കാണുന്നത്? നമ്മൾ കേരളത്തിൽ ഒരുപാട് കരാത്തെ പ്ലേയേഴ്സ് ഷിറ്റോറി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാവരെ സംബന്ധിച്ചും നമുക്ക് വിദേശത്ത് പോയി ഇതുപോലുള്ള ഇന്റർനാഷണൽ കഥാ സെമിനാറിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ സോക്കെ കെന്യു മൊബിനി അടക്കമുള്ളവരുടെ സെമിനാറിൽ പങ്കെടുക്കാനുള്ള പ്രയാസകരമാണ്. സ്വാഭാവികമായിട്ടും അതിന് കേരള ഷിറ്റോറിയോ കണ്ടെത്തിയൊരു മാർഗം, നമുക്ക് എന്ത് ഇത് വന്നാലും കുട്ടികൾക്ക് ഷിറ്റോറിയോന്റെ യഥാർത്ഥ ട്രെയിനിങ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് സോക്കെ കെന്യു മൊബിനിയും WSKFന്റെ പ്രസിഡന്റ് സെൻസൈ ജെൻസോ യുവാത്തെ അടക്കമുള്ള മാസ്റ്റേഴ്സിന്റെ ട്രെയിനിങ് ആണ്. അതിനുവേണ്ടി ഞങ്ങൾ കഴിഞ്ഞൊരു വർഷമായി എഫർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. കേരള ഷിറ്റോറിയോ അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും അതുപോലെ തന്നെ നാഷണൽ അഫിലിയേറ്റ്സും, കേരളത്തിലുള്ള നാഷണൽ അഫിലിയേറ്റ്സും ഒക്കെ വളരെ നല്ല രീതിയിൽ കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു.
കേരളത്തിലെ ഒരു ട്രഡീഷണൽ ഷിറ്റോറിയോ കരാട്ടെ അതിന്റെ കത്താസ് ഒക്കെ കുട്ടികൾക്ക് അല്ലെങ്കിൽ മാസ്റ്റേഴ്സിനും ഒക്കെ പഠിക്കാൻ ഈ അവസരം നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആളുകൾ കാണുന്നതിന് കാരണം പ്രത്യേകിച്ച് മറ്റു പല സ്റ്റൈലുകളുണ്ട്, എന്നാൽ അതിൽ ചെയ്യുന്നവരുണ്ട്. ഇതിലേക്ക് ഷിറ്റോറിയുടെ ആൾക്കാർ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ. അല്ല, നമുക്ക് വ്യക്തമായിട്ട് ഷിറ്റോറിയോന് ഒരു നാഷണൽ ബോഡി ഉണ്ട്, സ്റ്റേറ്റ് ബോഡി ഉണ്ട്. അപ്പൊ നാഷണൽ അഫിലിയേറ്റ്സ് ഉള്ളവരുണ്ട്. ആ നാഷണൽ അഫിലിയേറ്റ്സ് ഉള്ളവരുടെ പാർട്ടിസിപ്പൻസിന് മാത്രമേ ഇവിടെ പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ. അത് ഒരുപാട് പേർ നമുക്ക് നമ്മളെ അസോസിയേഷനിൽ മെമ്പർഷിപ്പ് എടുത്തവർക്ക് മാത്രം ഒരുപാട് പേർ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിക്വസ്റ്റ് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 500 പേരുടെ എൻട്രിയാണ് നമ്മൾ ഇതിനകത്ത് കട്ട് ഓഫ് ആയിട്ട് വെച്ചിരുന്നത്. 500 പേർക്ക് മുകളിൽ നമുക്ക് എടുക്കാൻ കഴിയത്തില്ലായിരുന്നു. അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നാഷണൽ അഫിലിയേറ്റ്സിൽ നിന്ന് ആദ്യത്തെ ലിസ്റ്റ് തന്നെ നമുക്ക് 500 പേർക്ക് അടുത്തായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് നമ്മൾ എൻട്രി ക്ലോസ് ചെയ്തു. അങ്ങനെയാണ്. അപ്പൊ എന്തായാലും വളരെയധികം തിരക്ക് പിടിച്ച ഒരു അവസ്ഥയിലാണ് നമ്മളുമായിട്ട് ഒരു അഭിമുഖത്തിന് അവർ തയ്യാറായത്. ഈ പറഞ്ഞതുപോലെ മാർഷൽ ആർട്സിൽ എന്തുകൊണ്ട് പ്രാധാന്യം നൽകുന്നത് കരാട്ടയാണ്. അതിൽ ലേറ്റസ്റ്റ് വെർഷൻ ആണ് ഈ പറഞ്ഞതുപോലെ ഷിറ്റോറിയോ. അതിൽ കെന്യു മാബുവിനെയാണ് ഇതിന്റെ ഫൗണ്ടർ. അദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് ഈ കാലത്ത് ജീവിക്കുന്ന കെന്യു മാബുവിൻ, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ് ഇപ്പോൾ നേരിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. അദ്ദേഹം ഇതിന്റെ ഗവർണറാണ്. അതോടൊപ്പം തന്നെ കൈസോ സെൻസോ നഗാത്ത്, അദ്ദേഹം ഇതിന്റെ പ്രസിഡന്റ് കൂടിയാണ്. ഇതിനാണ് ഈ കേരള സ്റ്റേറ്റ് ഷിറ്റോറിയോ കരാട്ടെ അസോസിയേഷൻ ഈ ഒരു സംവിധാനം ഇവിടെ സംഘടിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നത്. എന്നാൽ അതിൽ വളരെ സന്തോഷത്തിലാണ് എല്ലാ പ്ലേയേഴ്സും അതോടൊപ്പം തന്നെ മാസ്റ്റേഴ്സും മറ്റുള്ള എല്ലാവരും. എന്തായാലും ഞാനും പ്രാക്ടീസ് ചെയ്യുന്നതും പഠിപ്പിക്കുന്നതും ഷിറ്റോറിയാണ്. എന്നാൽ ഷിറ്റോറിയ മാത്രമല്ല എല്ലാം അത് വേർതിരിച്ച് നിൽക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു പ്രോഗ്രാം ലൈവ് ടെലികാസ്റ്റ് ചെയ്യാൻ സാധിച്ചതും അതോടൊപ്പം തന്നെ അദ്ദേഹമായിട്ട് സംസാരിക്കാൻ സാധിച്ചതും മലയാള ജനതാ ന്യൂസ് വഴി ഇത് പരിചയപ്പെടാൻ സാധിച്ചതും വളരെയധികം സന്തോഷം. എന്തായാലും നമുക്ക് ഇതിന്റെ ലൈവ് അവസാനിപ്പിക്കാം. രാജു മാധവ് കെ മധു എസ് അനിൽകുമാർ. ഇതിന്റെ പ്രസിഡന്റ് ആണ് കെന്യു മധു. അവിടെ അനിൽകുമാർ, അദ്ദേഹം ജനറൽ സെക്രട്ടറി. സന്തോഷ് അഗസ്റ്റിൻ. ഷിബു എസ്. ഷിബു എസ്. മുഹമ്മദ് അലി. രഞ്ജിത് ജോസ്. ജി കെ പ്രദീപ്. രഞ്ജിത് ജോസ്. അർജുൻ ബി എസ്. നമുക്ക് ലൈവ് കട്ട് ചെയ്യേണ്ട ഒരു സമയമായിട്ടുണ്ട്. എന്തായാലും ഷിറ്റോറിയോ ഇന്റർനാഷണൽ കത്ത സെമിനാർ ഇവിടെ അവസാനിക്കുകയാണ്. പ്രസിദ്ധമായ ബ്ലാക്ക് ബെൽറ്റ്സ് കത്തുകളാണ് ഇവിടെ മാസ്റ്റേഴ്സിനും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്കും ഇവിടെ സോക്കോ അഥവാ സീനിയേഴ്സ് മാസ്റ്റർ ഗവർണർ അദ്ദേഹം പഠിപ്പിച്ചത്. എന്നാൽ പ്രത്യേകമായ രീതിയിലാണ്, ആവേശത്തിലാണ് ഇവിടെ മുഴുവൻ ആളുകൾ. എന്നാലും ഈ ലൈവ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ കമന്റ്സ് പ്രതീക്ഷിച്ചുണ്ട്. പിന്നീട് നമുക്കിത് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഇത് ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നതാണ്. ഈ ലൈവ് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങളുടെ കമന്റ്സുകൾ പ്രതീക്ഷിക്കുന്നു. മലയാള ജനതാ ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും. വാർത്തകൾ, വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.